ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ക്രിസ്തുവിന് ഒരു കുടുംബമുണ്ടെങ്കിൽ നാം പറയും അത് സ്വർഗത്തിലാണെന്ന്. ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ഞാൻ പറയും അത് കുടുംബമാണെന്ന്. അതെ, കുടുംബം സ്വർഗം പോലെ നവീകരിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഇന്ന് കുടുംബജീവിതത്തിന്. പ്രശ്നങ്ങൾ പെരുകി വരികയാണ്. ഏറ്റവും ശുദ്ധമായ സ്നേഹബന്ധങ്ങൾ രൂപപ്പെടേണ്ടത് കുടുംബ ബന്ധങ്ങളിലാണ്. ഓർക്കുകയാണ് ഒരു കഥയായിട്ട് മാത്രം എടുക്കണം. യേശുനാഥൻ കുരിശിൽ കിടക്കുന്നു. പ്രാണവേദനയോടെ അവൻ കരയുക, എനിക്ക് ദാഹിക്കുന്നുവെന്ന്. അവൻ്റെ പ്രാർത്ഥന കേട്ട് ആകാശത്ത് 3 ജലത്തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടു. ആദ്യ ജലത്തുള്ളി പറഞ്ഞു, ഞാൻ സൂര്യൻ്റെ താപമേറ്റ് തടാകത്തു നിന്നും മേഘമായി ഉയർന്നിപ്പോൾ തണുത്ത് മഴയായിട്ട് പെയ്യുകയാണ്. മഴയാണ് ഞാൻ, ഏറ്റവും ശുദ്ധമായ ജലം, എന്നെ സ്വീകരിക്കുക. ഉടനെ രണ്ടാമത്തെ ജലത്തുള്ളി പറഞ്ഞു, പ്രഭാതങ്ങളിൽ സസ്യങ്ങളുടെ ഇലകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഞാനാണ് ഏറ്റവും ശുദ്ധമായ ജലം, മഞ്ഞുതുള്ളി. മൂന്നാമത്തെ ജലത്തുള്ളി മാത്രം ഒന്നും പറഞ്ഞില്ല. യേശു അവനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? മൂന്നാമത്തെ ജലത്തുള്ളി പറഞ്ഞു, ഞാൻ വരുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ്. ഞാനൊരമ്മയുടെ കണ്ണുനീര, ഒരപ്പൻ്റെ വിയർപ്പ, കുട്ടികളുടെ കളിപുഞ്ചിരിയ. ഉടനെ യേശു പറഞ്ഞു, നീയാണ് ഏറ്റവും ശുദ്ധമായ ജലം, വരിക, എൻ്റെ ദാഹം അകറ്റുക. ഈ ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ സ്നേഹബന്ധങ്ങൾ രൂപപ്പെടേണ്ടത് കുടുംബത്തിലാണ്. ആ കുടുംബത്തിൻ്റെ നന്മ അറിയാവുന്നതുകൊണ്ടാണ് യേശുനാഥൻ നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ പിറന്നത്. പരിശുദ്ധ അമ്മയുടെ ഔസേപിതാവിൻ്റെ സ്നേഹലാവണ്യത്തിൽ വളർന്നു വന്നത്. എല്ലാ ശിശുവും ആദിമ നന്മകൾ ആർജിച്ചെടുക്കാൻ കുടുംബത്തിലൂടെ കടന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കുടുംബം എങ്ങനെയാണ്? ഒരുപാട് കുറവുകളുള്ള കുടുംബമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ശാശ്വതമായ ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ടോ? വിവാഹമോചനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പരസ്പരം കലഹിക്കുന്ന ദമ്പതികൾ പെരുകി വരുന്നു. പ്രാർത്ഥന ചെയ്തതിന് കിട്ടുപോകുന്ന മക്കൾ പാവഴിയിൽ ഇടറിപ്പോകുന്നു. എന്തേ ഇങ്ങനെ സംഭവിക്കുന്നു? ഒരു സന്ധ്യാനേരത്ത് സ്വന്തം വീടിൻ്റെ മുമ്പിൽ ഒരു വിളക്കുമായി നിന്നുകൊണ്ട് നഷ്ടപ്പെട്ട എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഴിയാത്രക്കാർ അത് കണ്ടു. സഹായം ചെയ്യാമെന്ന് വിചാരിച്ച് ചോദിച്ചു, നഷ്ടപ്പെട്ടത് എന്താണെന്ന്. റാബിയ പറഞ്ഞു, ഒരു സൂചിയാണ് നഷ്ടപ്പെട്ടത്. പലരും സഹായിക്കാൻ തുടങ്ങി. പല സ്ഥലത്ത് നോക്കിയിട്ടും സൂചി കാണുന്നില്ല. ഒടുവിൽ ക്ഷമ കേട്ട് ഒരാൾ ചോദിച്ചു, പറയൂ, സൂചി എവിടെയാണ് പോയത്? അവിടെ മാത്രം നോക്കിയാൽ പോരെ? റാബിയ പറഞ്ഞു, സൂചി നഷ്ടപ്പെട്ടത് വീട്ടിലാണ്. പക്ഷെ അവിടെ പ്രകാശമില്ലാത്തതുകൊണ്ട് പ്രകാശമുള്ളിടത്ത് അന്വേഷിക്കുന്നു. എല്ലാവരും വല്ലാത്ത ദേഷ്യത്തോട് പറഞ്ഞു, സൂചി നഷ്ടപ്പെടുത്തല്ല അന്വേഷിക്കേണ്ടത്. അല്പം ഗൗരവത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അപ്പോൾ റാബിയ പറഞ്ഞു, ശരിയാണ്, പക്ഷേ എല്ലാവരും ചെയ്യുന്നത് ഇതല്ലേ? നഷ്ടപ്പെട്ട നന്മകൾ ആദ്യം അന്വേഷിക്കേണ്ടത് നമ്മുടെ വീട്ടിലാണ്, പുറത്തല്ല എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനും അത് ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. സത്യമല്ലേ? ലോകത്തിൻ്റെ പല പ്രശ്നങ്ങളെയും ചർച്ച ചെയ്ത് മനുഷ്യരിങ്ങനെ സമയം പാഴാക്കിയ യുദ്ധത്തെക്കുറിച്ച്, അഴിമതിയെക്കുറിച്ച്, രാഷ്ട്രീയ അരാജകത്തെക്കുറിച്ച് ഒക്കെ നമ്മളിങ്ങനെ ദീർഘമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ എല്ലാ നന്മകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലാണ്. തിരികെ വരാനാകണം. നഷ്ടപ്പെട്ട നന്മകൾ കണ്ടെത്തേണ്ടതുണ്ട്. അന്നോർത്ത് നോക്കാം. യാക്കോബ് എന്ന മനുഷ്യൻ പഴയ നിയമത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരേക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഹാരാനിലേക്ക് അവൻ പോകുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് അവൻ പോകുന്നത്. മരണഭയത്താൽ സ്വന്തം സഹോദരൻ തന്നെ വധിക്കുമെന്ന ഭീതിയാൽ അവൻ ഒളിച്ചോടുകയാണ്. ഒടുവിൽ ദൂസ് എന്ന പട്ടണത്തിൽ അവൻ വന്നു തളർന്ന് കിടന്നുറങ്ങുന്നു. ആ ഉറക്കത്തിൽ അവൻ സ്വപ്നം കാണുന്നു. ദൈവത്തിൻ്റെ ദർശനമായിരുന്നു അത്. ഒരു ഗോവണിയിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ സ്വപ്നം കണ്ടുണർന്ന് അവൻ പറഞ്ഞതെന്താ? സത്യമായ ദൈവം ഇവിടെയുണ്ട്, എന്നാൽ ഞാനത് കണ്ടില്ല. എന്നിട്ട് അവൻ ആ
ലൂസ് എന്ന പട്ടണത്തിൽ പുതിയൊരു പേര് കൊടുത്തു, ബഥേൽ, ദൈവത്തിൻ്റെ ഭവനം. അതെ, ഏത് കുറവുണ്ടെങ്കിലും ദൈവമുണ്ടെങ്കിൽ ആ ഭവനം ദൈവത്തിൻ്റെ ഭവനമാണ്. നമ്മുടെ കുടുംബത്തിൽ കുറവുകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകാം, പക്ഷേ ദൈവമാണ് നിങ്ങളുടെ ഭവനത്തിൻ്റെ നാഥനെങ്കിൽ അതൊരു ബഥേല, ദൈവത്തിൻ്റെ ഭവനമാണ്. പലപ്പോഴും നമ്മുടെ വീടിൻ്റെ കട്ടിളപ്പടി നമ്മൾ എഴുതി വെച്ചിരിക്കുന്നു ക്രിസ്തു ഈ വീടിൻ്റെ നാഥനെന്ന്. പക്ഷെ അവൻ പലപ്പോഴും പുറത്ത, അകത്തല്ല. ക്രിസ്തു കടന്നു വന്നാൽ എല്ലാ കുറവുകളും പരിഹരിക്കാനാകും. ഒന്നോർത്ത് നോക്കുക, കുറവുണ്ടായിരുന്നൊരു കുടുംബമുണ്ടായിരുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ. ആ വീട്ടിലേക്ക് യേശു കടന്നു വന്നിട്ട് വീഞ്ഞ് കൊടുത്തില്ലേ, നഷ്ടപ്പെട്ട വീഞ്ഞ് തിരികെ നൽകിയില്ലേ. കുറവുണ്ടായിരുന്ന മറ്റൊരു വീടുമുണ്ടായിരുന്നു, സഖ്യവൂസിൻ്റെ ഭവനം. സമ്പത്തുണ്ടായിരുന്നെങ്കിലും ഇല്ലാതെ പോയത് സമാധാനമാണ്. യേശു കടന്നു വന്ന് അവനോടൊപ്പം ഭക്ഷിച്ചു. അവൻ ത്യാഗം ചെയ്യാൻ തയ്യാറായപ്പോൾ യേശു എന്താ പറഞ്ഞത്? ഇന്ന് ഈ കുടുംബത്തിന് സമാധാനം കൈവന്നിരിക്കുന്നുവെന്നാണ്. പത്രോസിൻ്റെ ഭവനത്തിൽ വന്നു. അമ്മയമ്മ രോഗിയായിരുന്നു, രോഗമെന്നൊരു കുറവുണ്ടായിരുന്നു, അത് യേശു മാറ്റി. ലാസറിൻ്റെ ഭവനത്തിൽ വന്നു, അവിടെ ഒരു മരണമുണ്ടായിരുന്നു, ലാസറിൻ്റെ മരണമായിരുന്നു, അവന് പുനർജീവിതം കൊടുത്തു. ധൂർത്തപുത്രൻ്റെ ഉമ്മയെപ്പോലെ ഒരു കുറവുണ്ടാകുന്നത് കൊണ്ട് ആ ധൂർത്തപുത്രൻ ഉണ്ടാകുന്നത്, അത് അമ്മയില്ലാതെ പോയി കുറവാണ്. അതെ, ഒരുപാട് വീടുകളിൽ ഒരുപാട് കുറവുകളുണ്ട്. ക്രിസ്തു കടന്നു വരണം, എങ്കിൽ മാറ്റമുണ്ടാകും. ആദ്യത്തെ കുടുംബത്തിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു വരാം. കാനായിലെ കല്യാണ വീട്, അവിടെ എന്താണ് സംഭവിച്ചത്? വീഞ്ഞ് തീർന്നു പോയി. സത്യം, പല കുടുംബങ്ങളും സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വീഞ്ഞ് തീർന്നു പോകുന്നു. വീഞ്ഞെന്ന് വെച്ചാൽ എന്താ? മധുരവും ലഹരിയുമാണ്. പല ബന്ധങ്ങളിലും ആ സ്നേഹത്തിൻ്റെ ലഹരിയോ വിശ്വസ്തതയുടെ മധുരമോ ഇല്ലാതെ പോകുന്നു. യാന്ത്രികമായ ജീവിതം വരുന്നു. യേശു കടന്നു വന്നിട്ട് എന്ത് ചെയ്തു? വെള്ളത്തെയാണ് വീഞ്ഞാക്കി മാറ്റിയത്. ഒരു സ്വാദുമില്ലാത്ത വെള്ളത്തെ അവിടുന്ന് മധുരമുള്ള വീഞ്ഞാക്കി മാറ്റി. യേശു നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നാൽ സംഭവിക്കുന്ന മാറ്റം തന്നെയാണിത്. ദൃഢമായ ബന്ധം വരും, വിശ്വസ്തത വരും, സ്നേഹമുണ്ടാകും, ഒത്തൊരുമയുണ്ടാകും. വീഞ്ഞ് പോലെ പവിത്രമാകും നമ്മുടെ ബന്ധങ്ങൾ. ഒന്നോർത്ത് നോക്കുക, ആദ്യത്തെ ദമ്പതികൾ ആരാ? ആദയും ഹവ്വായുമാണ്. എല്ലാ സൗഭാഗ്യങ്ങളുടെയും മധ്യയാണ് അവർ ജീവിച്ചത്. എന്നാൽ എപ്പോഴാണ് ദൈവം അവർ നകന്നു പോയത്? അപ്പോൾ അവർ പാപം ചെയ്തു. അവർ പരസ്പരം കുറ്റപ്പെടുത്തുന്ന ദമ്പതികളായിട്ട് മാറി. എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും എന്ന് പറഞ്ഞ ആദം ഹവ്വായെ നോക്കി പറഞ്ഞതെന്താ? എനിക്ക് നൽകിയ ജീവിത പങ്കാളിയാ ഈ ഫലം എനിക്ക് കഴിക്കാൻ തന്നതെന്ന്. കുറ്റപ്പെടുത്തുന്ന ദമ്പതികൾ വരാൻ കാരണം അവർക്കിടയിൽ ദൈവം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. നമ്മുടെ കുടുംബം ഇന്ന് തകരാൻ കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടുപോകുന്നതുകൊണ്ടാണ്. കുടുംബം രൂപപ്പെട്ടത് ഒരു കുറവിൽ നിന്നാന്ന് ഓർക്കണം. അതെന്താ? അത് ആദ്യത്തിൻ്റെ ഒരു കുറവിൽ നിന്നാണ്. എല്ലാം ദൈവം സൃഷ്ടിച്ചു, എല്ലാം നല്ലതെന്ന് പറഞ്ഞ ഒടുവിൽ ആദ്യത്തെ സൃഷ്ടിച്ചു. പക്ഷേ ആദ്യം കണ്ടെത്തിയൊരു കുറവുണ്ട്. അതെന്താ? അവൻ്റെ ഏകാന്തതയാണ്. അതെ നോക്കിയാണ് ദൈവം പറഞ്ഞത് മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ലെന്ന്. ആ ഏകാന്തത പരിഹരിക്കാനാണ് ജീവിത പങ്കാളിയെ ദൈവം കൊടുത്തത്, ഹവ്വായെ കൊടുത്തത്. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുറവുകൾ നാം തിരിച്ചറിയാറില്ല. ഒരുവൻ്റെ ജീവിതത്തിൽ ഏകാന്തതയെ പരിഹരിക്കാനാണ് ദൈവം കൊടുത്തത് ജീവിതസഖിയെ. എന്നാൽ പലപ്പോഴും ആ ഏകാന്തതയ്ക്ക് പകരം ഒരുപാട് പ്രശ്നങ്ങളും കലുഷിതകളുമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. പരിഹാരമല്ല, പ്രശ്നങ്ങളാണ് ആവിർഭവിക്കുന്നത്. കുടുംബത്തിൽ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. നോക്കുക, യേശുനാഥൻ ആ കാനായിലെ കല്യാണ വിരുന്നിൽ കടന്നു വന്നിട്ട് അവിടെ കുറവുകൾ നികത്തി. തൻ്റെ സമയമായിട്ടുള്ളതെന്നറിഞ്ഞിട്ടും അവൻ അത്ഭുതം ചെയ്തു. കാരണം എന്താ? ഒരു കുടുംബവും സങ്കടത്തിൽ അവസാനിക്കരുതെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട്. വീഞ്ഞു തീർന്നത് മൂലം ആ കുടുംബം അപമാനത്തിന് നിഴലിലേക്ക് വീഴേണ്ടതായിരുന്നു. അങ്ങനെ ഒരു അപമാനത്തിലേക്ക് വീഴാതിരിക്കാൻ, സങ്കടത്തിൽ അവസാനിക്കാതിരിക്കാൻ യേശു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. പ്രിയമുള്ളവരെ, യേശു ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുടുംബവും തകരരുതെന്ന്. ഒത്തൊരുമ ജീവിതത്തിന് അവസാനം വരെ മുന്നോട്ട് പോകണമെന്ന്. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ എന്ന്. അപൂർവം ചില കുടുംബ ബന്ധങ്ങൾ ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഓർക്കുകയാണ്, ഒരു നവദമ്പതികൾ, വ്യക്തിപരമായിട്ട് അല്പം പരിചയമുള്ള ദമ്പതികൾ തന്നെയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. 5 വർഷം കഴിഞ്ഞ് വിവാഹത്തിൻ്റെ വാർഷിക ദിവസത്തിൽ അവർ ആശ്രമത്തിൽ പ്രാർത്ഥിക്കാൻ വന്നതാണ്.
അതിനും 3 വർഷം കൊണ്ട് ഈ ചെറുപ്പക്കാരനെ എനിക്ക് പരിചയമുണ്ട്. വല്ലാതെ തകർന്നു വന്നൊരു ചെറുപ്പക്കാരനാണ്. ബിസിനസ്സൊക്കെ തകർന്ന് 26 ലക്ഷം രൂപയുടെ കടബാധ്യതയായി. വീട്ടിൽ പ്രശ്നങ്ങൾ വന്നു. സ്ഥലം വിറ്റ് തീർന്നാൽ തീരാവുന്ന പ്രയാസമേ ഉള്ളൂ. പക്ഷേ സ്ഥലം വിൽക്കാൻ ശ്രമിച്ചു, ടോക്കൺ പോലും കൊടുത്തു. പക്ഷേ അതിന് പിന്നെ നൂലാമലക എരുകി വന്ന അവസാനം കേസായി. അതും വലിയ പ്രശ്നമായിട്ട് മാറി. ഈ അവസ്ഥയിൽ സ്ഥലം വിറ്റ് പോകുന്നില്ല, കടം പെരുകി വരുന്നു. സ്വന്തം ജീവിത പങ്കാളി വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് അവിടെ സ്വന്തം വീട്ടിൽ കൊണ്ടാക്കി. അത് അമ്മായപ്പന് ഇഷ്ടപ്പെട്ടില്ല. അമ്മായപ്പൻ പറഞ്ഞു, നീ നിൻ്റെ ജീവിത പങ്കാളി വീട്ടിൽ കൊണ്ടുവന്നാക്കിയത് കൊണ്ട് ഇനി പ്രശ്നം അവസാനിക്കാതെ അവളോട് മിണ്ടരുത്, സംസാരിക്കരുത്, കാണരുത്. അയാളിത് പ്രതീക്ഷിച്ചതല്ല. വല്ലാതെ തകർന്നുപോയി. സ്വന്തം വീടും പ്രിയപ്പെട്ടതുമൊക്കെ നഷ്ടപ്പെടുന്നു. ഇപ്പോഴത്തെ ജീവിത പങ്കാളിയും കൈവിട്ടു പോകുന്നു എന്ന വേദനയോടെയാണ് 3 വർഷം മുമ്പ് എന്നെ കാണാൻ വന്നത്. സങ്കടങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആശ്വസിപ്പിച്ച് പറഞ്ഞു, തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുക, ദൈവം ഇടപെടും. എല്ലാ തിങ്കളാഴ്ച ഞങ്ങളുടെ സമാധി ആശ്രമത്തിൽ ഒരു നൊവേന പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, വന്ന് പങ്കെടുക്കുക. തീർച്ചയായിട്ടും ദൈവം ഇടപെടും. ദൈവം ഇടപെടുന്ന ദൈവം തന്നെയാണ്. ആശ്വസിപ്പിച്ച് വിട്ടു. എന്തുകൊണ്ടു ആ ഒരു വിശ്വാസത്തിൻ്റെ ബലത്തിൽ ആ ചെറുപ്പക്കാരൻ എല്ലാ തിങ്കളാഴ്ചയും നൊവേനയിൽ പ്രാർത്ഥിക്കാൻ കടന്നു വന്നു. 3-ാമത്തെ തിങ്കളാഴ്ച പെട്ടെന്ന് തോന്നി ഭാര്യയൊന്ന് വിളിക്കണമെന്ന്. കാരണം അന്ന് അവരുടെ വിവാഹ വാർഷികമായിരുന്നു. വിളിച്ചു. എടുത്തത് അമ്മായപ്പന. എന്നെ വിളിച്ചെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ ജീവിത പങ്കാളിയുടെ വിവാഹ വാർഷികമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ച് വിളിച്ചതാണ്. കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് പറഞ്ഞു, ഉടനെ കടങ്ങളെ ഒതുക്കി ജീവിതത്തിൽ വിജയിച്ചില്ല എങ്കിൽ വിവാഹമോചനത്തിന് തയ്യാറായിക്കോ എന്ന്. വല്ലാത്ത വേദന തോന്നിയാൽ പെട്ടെന്ന് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ ചെയ്തു കൊള്ളുക, എവിടെ വെച്ചാലും ഞാൻ സൈൻ ചെയ്ത് തരാം. പറയാൻ ആഗ്രഹിച്ചതല്ല, പറഞ്ഞു പോയി. ഫോൺ കട്ടായി. ആ ദേവാലയത്തിൽ വെച്ച് വെങ്ങിപ്പൊട്ടിയിട്ട് അയാൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് നല്ല 2 നില വീടുണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. എങ്കിലും എൻ്റെ ജീവിത പങ്കാളി നീ കൈവിട്ട് കളയല്ലേ, തിരികെ തരണമേ. പ്രാർത്ഥിച്ചിട്ടാണ് അയാൾ പോയത്. 7-ാമത്തെ തിങ്കളാഴ്ച പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ വൈഫ് തന്നെ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്ന് കാണണമെന്നുണ്ടെന്ന്. അയാൾക്ക് സന്തോഷമായി. നവേനം ആരാധന കഴിഞ്ഞ് ഉടനെ കാറിന് അവരുടെ വീട്ടിലേക്ക് പോയി. സത്യത്തിൽ ജോലി സ്ഥലത്താണ് എല്ലാവരും. ഇവളാകട്ടെ ടൈപ്പ് റൈറ്റ് പഠിക്കാൻ വേണ്ടി പുറത്ത് വന്നു. വഴി വെച്ച് പരസ്പരം കണ്ടു. ഏതോ ബീച്ചിലിരുന്ന് ഒരുപാട് നേരം സംസാരിച്ചു. നഷ്ടപ്പെട്ട ബന്ധം വീണ്ടെടുക്കാൻ പരിശ്രമിച്ചു. 9-ാമത്തെ നൊവേന ആയപ്പോഴേക്കും അവൾ സങ്കടത്തോട് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ മലേഷ്യയിലേക്ക് കൊണ്ടുപോകാൻ പോകുക, ഞാനിനി എന്ത് ചെയ്യും? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, നീ എന്തിനാ മലേഷ്യക്ക് പോകുന്നത്? എൻ്റെ അടുത്തേക്ക് തിരികെ വന്നുകൂടെ? ഇവിടെ സംഭാഷണമൊക്കെ അറിയാവുന്ന വീട്ടിൽ ഒരാളുണ്ടായിരുന്നു. വീട്ടുവേല ചെയ്യുന്ന ഒരു ചേച്ചി മാത്രം. ഒരമ്മയെ പോലെയാണ് ഇവൾ സ്നേഹിച്ചത്. അതുകൊണ്ട് എല്ലാ രഹസ്യവും പറയും. ആ വീട്ടുവേലക്കാരി പറഞ്ഞു, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പിന്നാലെ പോകും. ആ വാക്കിൻ്റെ പ്രചോദനത്തിൽ 10-ാമത്തെ തിങ്കളാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരുങ്ങിയിരിക്കെ എന്നെ കൊണ്ടുപോകണം. സന്തോഷത്തോടെ അയാൾ കാറെടുത്ത് വീട്ടിൽ ചെന്നു. എല്ലാ സ്വർണ്ണമാലയൊക്കെ ധരിച്ച് ഒരുങ്ങി നിൽക്കുക. അയാൾ പറഞ്ഞു, സ്വർണ്ണമാല ഒന്നും വേണ്ട, കയറിപ്പോയതുപോലെ തന്നെ നമുക്ക് ഇറങ്ങിപ്പോകാം. ഊരി വെച്ചിട്ട് അവളുമായിട്ട് പോയി. വഴി വെച്ച് വിളിച്ചറിയിച്ചു, ഞാൻ എൻ്റെ ഭർത്താവിനൊപ്പം പോവുകയാണെന്ന്. വീട്ടുകാരൽപ്പം കർക്കശക്കാരായിരുന്നെങ്കിലും അവരാഗ്രഹിച്ചത് തന്നെയാണിത്. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പതിയെ ജീവിത പങ്കാളി തിരികെ വന്നു. പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. ജീവിതത്തിൽ അവർക്ക് ഐശ്വര്യമൊക്കെ ഉണ്ടായി. ഇപ്പോൾ അവരെങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ കൃതജ്ഞയായിട്ട് 5-ാമത്തെ വിവാഹവാർഷിക ദിവസം പ്രാർത്ഥിക്കാൻ വന്നതാണ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ വിവാഹബന്ധങ്ങളൊക്കെ ചിതറിക്കപ്പെടുകയല്ലേ. കണ്ടു പഠിക്കണം ഇവരെയൊക്കെ. ഏത് പ്രശ്നങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന കുടുംബമാകണം നമ്മുടേതൊക്കെ. കണക്കുകൾ പറയുന്നത് വളരെ മോശമാണ്. വിവാഹ ജീവിതത്തിൽ പകുതി പേരും വിവാഹമോചനത്തിന് വക്കിലേക്ക് വീണു പോകുന്നെന്നാണ് കണക്കുകൾ പറയുന്നത്. അതിൽ 85% പുനർവിവാഹം ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ 65% വീണ്ടും വിവാഹമോചനത്തിലേക്ക് വീണു പോകും. എന്തുകൊണ്ടാണ് പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും നവദമ്പതികൾക്കൊക്കെ ഒന്നും കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ട് അഹന്ത കൊണ്ട് അവർ മല്ലടിക്കുന്നത്? നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിൽ എന്തിനാണ് അവർ സ്വന്തം കുടുംബത്തിൻ്റെ ഭദ്രതകളൊക്കെ നശിപ്പിക്കുന്നത്? ഒന്ന് ഓർത്ത് നോക്കുക. ആ കാനായിലെ കല്യാണ വീട്ടിലെ യേശുനാഥൻ വെള്ളത്തെ വീഞ്ഞാക്കി. ആ വീഞ്ഞ് കുടിച്ചിട്ട് അതിഥികൾ എന്താണ് പറഞ്ഞത്? ആദ്യം നല്ല വീഞ്ഞ് കൈമാറും, എന്നാൽ ലഹരി പിടിച്ച് കഴിയുമ്പോൾ മോശപ്പെട്ട വീഞ്ഞ്.
നിങ്ങളാകട്ടെ അവസാനം വരെ നല്ല വീഞ്ഞ് കൈമാറി. ഇതൊരു പൊതു സത്യമാണ്. മനുഷ്യരായ മനുഷ്യരൊക്കെ ആദ്യം കൈമാറുന്നത് നല്ല വീഞ്ഞ്, കുറച്ച് നാൾ കഴിയുമ്പോൾ മോശപ്പെട്ട വീഞ്ഞ്. ദമ്പതികളുടെ എടുക്കുക, ആദ്യത്തെ ദിവസങ്ങളിൽ എന്തുമാത്രം സ്നേഹമാണ്, വിശ്വസ്തതയാണ്, പരസ്പര ധാരണയാണ്. മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോൾ മോശപ്പെട്ട വീഞ്ഞ് കൈമാറാൻ ആരംഭിക്കും, കുറ്റപ്പെടുത്തലുകൾ തുടങ്ങും, പ്രശ്നങ്ങൾ ആവിർഭവിക്കും. എന്നാൽ യേശു ആ കാനായിലെ വീട്ടിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവസാനം വരെ നല്ല വീഞ്ഞ് കൈമാറുന്ന കുടുംബമായിട്ട് അവർ മാറിയില്ലേ? യേശു കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണത്. ജീവിതത്തിൻ്റെ അവസാനം വരെ നല്ലത് മാത്രം കൈമാറാനായിട്ട് കഴിയും കുടുംബത്തിന്. ഞാൻ ഓർക്കുകയാണ്, വിവാഹത്തിൻ്റെ 25-ാം വർഷം ആഘോഷിക്കുന്ന ദമ്പതികൾ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഉച്ചയ്ക്ക് നല്ലൊരു സദ്യയുണ്ട്, അതിനുവേണ്ടി ഭാര്യ അടുക്കളയിൽ പച്ചക്കറി മുറിച്ചു കൊണ്ടിരിക്കുക. സഹായിക്കാൻ ഭർത്താവും കൂടി അല്പം ധൃതി കൂടിക്കൊണ്ട് ഭാര്യയുടെ കൈയൊന്ന് കത്തി കൊണ്ട് മുറിഞ്ഞു. അത് കണ്ടതും ഭർത്താവ് കത്തി വാങ്ങി സ്വന്തം കൈവിരലൊന്ന് മുറിച്ചു. ഭാര്യ ചോദിച്ചു, നിങ്ങൾക്കിത് എന്ത് പറ്റി? ചിരിച്ചുകൊണ്ട് ഭർത്താവ് പറഞ്ഞു, എന്നോടൊപ്പം മുറിവേൽക്കാൻ ഒരു സുഖമുണ്ട്. അപ്പോഴാണ് മഴ വന്നത്. മുറ്റത്ത് അലക്കാനിട്ട വസ്ത്രങ്ങൾ എടുക്കാൻ ഭാര്യ പുറത്തേക്ക് ഓടി. വസ്ത്രങ്ങളെടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ മഴയിൽ നനഞ്ഞ് ഭർത്താവ് നിൽക്കണേ. ഇന്നങ്ങേക്ക് എന്ത് പറ്റി? ചിരിച്ചുകൊണ്ട് ഭാര്യ ചോദിച്ചപ്പോൾ അയാളും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നോടൊപ്പം മഴ നനയാനും ഒരു സുഖമുണ്ട്. നോക്കുക, വിവാഹത്തിൻ്റെ 25-ാം വർഷം ആഘോഷിക്കുമ്പോൾ അവർക്കിടയിലെ സ്നേഹം കെട്ടുപോയിട്ടില്ല. ഭാര്യയോടൊപ്പം മുറിവേൽക്കാനും മഴ നനയാനും തയ്യാറായൊരു ജീവിത പങ്കാളി. നമ്മുടെ കുടുംബങ്ങൾക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ടോ? ആഴമുണ്ടോ? വീഞ്ഞിൻ്റെ ലഹരിയുണ്ടോ? കുടുംബത്തെ നവീകരിക്കേണ്ട സമയമാണ്. ജീവിതത്തിൻ്റെ അവസാനം വരെ യേശു കൈമാറിയ ആ നല്ല വീഞ്ഞ് നിങ്ങൾക്കും കൈമാറാൻ കഴിയണം. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ കഴിയാത്ത കുടുംബങ്ങളേറെ പെരുകി വരികയാണ്. ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയുന്നില്ല. മാറ്റം സംഭവിക്കേണ്ടത് ആദ്യം നിങ്ങൾക്കാണ്. നിങ്ങൾ മാറി വരുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി മാറും, മക്കൾ മാറും. പക്ഷെ എല്ലാവർക്കും ധൃതിയാണ്. പരസ്പരം പരിഗണിക്കാനോ സ്നേഹിക്കാനോ സമയമില്ലാത്തൊരവസ്ഥ. ഓർക്കുകയാണ്, ഒരു ക്ലാസ് ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, ഭാവി നിങ്ങൾക്ക് ആരായിത്തീരണമെന്ന്. കുട്ടികൾ അവരുടെ പേപ്പറുകളിൽ എഴുതാൻ ആഗ്രഹിച്ചു. പലരും എഴുതി രാഷ്ട്രപിതാവാകണം, ഗാന്ധിജിയാകണം, പോലീസാകണം. എന്നാൽ ഒരുവൻ എഴുതിയത് TV ആകണമെന്ന്. നിഖിൽ എന്നൊരു കൊച്ചുകുട്ടിയാണ് എഴുതിയത്. കാരണം മറുപുറത്ത് അവൻ എഴുതി, കാരണം വീട്ടിലെല്ലാവർക്കും ഇഷ്ടം TV-യാണ്, എന്നെ ആർക്കും വേണ്ട. കിട്ടുന്ന സമയം മുട്ടും എല്ലാവരും TV-യുടെ മുമ്പിലാണ്. TV-യിൽ ചിരി വരുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു, TV-യിൽ കരച്ചിൽ വരുമ്പോൾ എല്ലാവരും കരയുന്നു. അടുത്ത ജീവിതത്തിന് എനിക്ക് TV ആയാൽ മതി. ഈ പേപ്പർ വായിച്ച് ടീച്ചർ എന്തെന്നില്ലാത്ത വിഷമം വന്നു. മടക്കി പേപ്പർ എടുത്ത് സ്വന്തം വീട്ടിലേക്ക് ചെന്നു. സ്വന്തം ജീവിത പങ്കാളി കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടു, ഒരു കുട്ടി എഴുതിയതാ, അവന് ഭാവി TV ആയാൽ മതിയെന്ന്. അത് വായിച്ചിട്ട് ആത്മരോഷത്തോടെ ഭർത്താവ് പറഞ്ഞു, തീർച്ചയായിട്ടും മാതാപിതാക്കളെ നന്നാക്കി മാറ്റിയില്ലെങ്കിൽ ഈ കുട്ടി ഇല്ലാത്ത അവതാളത്തിലാകും. അപ്പോഴാണ് വിങ്ങിപ്പൊട്ടിയിട്ട് ഈ ടീച്ചർ പറഞ്ഞത്, ഈ കുട്ടി മറ്റാരുമല്ല, നമ്മുടെ മകൻ നിഖിൽ തന്നെയാണ്. സത്യം, ബാഹ്യം ഒരുപാട് സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയം കളയുന്നു. കുടുംബത്തിൽ പ്രിയപ്പെട്ടവർ നാം മറന്നു പോകും. അതൊരു ദുരന്തമാണ്. സമയം സ്നേഹവും നാം കൊടുക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ആത്മബന്ധങ്ങൾക്ക് തന്നെയാണ്. എങ്കിൽ അവസാനം വരെ നല്ല വിശ്വാസവും വിശുദ്ധിയുമൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടാകും. ഓർക്കുക, മറ്റൊരു കുടുംബം കൗൺസിലിന് വന്നതാണ്. വല്ലാതെ വേദനിച്ചുകൊണ്ടാണ് അവർ അവരുടെ സങ്കടം പറഞ്ഞത്. ജീവിത പങ്കാളി ഗൾഫിലായിരുന്നു. നാട്ടിൽ വലിയൊരു വീട് പണിയണമെന്ന മോഹത്തോടെ പോയതാ. ഭാര്യ വിളിച്ചിട്ട് എപ്പോഴും പറയും, വേണ്ട, ഉടനെ വാ, നമ്മുടെ മക്കളെ നമുക്ക് നിയന്ത്രണം നിർത്താൻ പറ്റണില്ല, ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല. ഭാര്യ പറയുന്നതൊന്നും അവർ കേട്ടില്ല. വർഷങ്ങളോട് അധ്വാനിച്ച് ഒരുപാട് കാശുമായി പുതിയൊരു വീട് പണിയാൻ വേണ്ടി ഞാൻ നാട്ടിലെത്തിയപ്പോൾ തളർന്നു കിടക്കുക ഭാര്യ. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ കൽവെത്തി കൊണ്ടുള്ളൊരു വീട് പണിയാൻ ആഗ്രഹിച്ചു, പക്ഷെ ഉള്ളിലുള്ള മക്കളെ ഓർത്തില്ല. നമ്മുടെ മകൾ അയൽവാസിയുമായിട്ട് ഒളിച്ചോടിപ്പോയി. മകൻ മയക്കുമരുന്ന് അടിമയാണ്. എങ്ങനെ ഇവരിനി വീണ്ടെടുക്കാൻ പറ്റും? ആ പ്രശ്നങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് വന്നത്. സത്യം, നമ്മുടെ കുടുംബത്തിൽ നിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇടർച്ചയാണിത്. ബാഹ്യമായ ആർഭാടങ്ങൾക്കും സമ്പന്നതയ്ക്കും ബിസിനസ്സിനും വേണ്ടിയൊക്കെ നമ്മൾ നെട്ടോട്ടമിടുന്നു. ഉള്ളിലെ കുടുംബത്തിൻ്റെ ബന്ധങ്ങൾ അറ്റുപോകുന്നു. നസ്രത്തിലെ കുടുംബത്തെ ഒന്ന് നോക്കുക. യേശുനാഥൻ ആ കുടുംബത്തിലേക്ക് വന്നു. ശുദ്ധമായ സ്നേഹബന്ധത്തിന് അടയാളമായിട്ടത് മാറി. എല്ലാവരുടെയും കുടുംബം ഈ തിരുക്കുടുംബം പോലെയാകണം.
യേശു നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനാകണം. അവൻ വന്നാൽ അവൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അവസാനം വരെ നല്ല വീഞ്ഞ് കൈമാറുന്ന കുടുംബമായിട്ട് നമ്മുടേത് മാറും. ആരോ പറഞ്ഞു തുറക്കുന്നു. കുടുംബജീവിതത്തിൽ ആദ്യം സംഭവിക്കുന്നത് പ്രിയദർശൻ്റെ സിനിമ പോലെയാണ്. മൊത്തം കളർഫുള്ള പ്രണയമാണ്. എന്നാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഷാജി കൈലാസിൻ്റെ സിനിമ പോലെയാകും. സംഘടനകൾ, ട്വിസ്റ്റ്. അവസാനമാകട്ടെ അത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ അവാർഡ് പടം പോലെ നീണ്ട നിശബ്ദത, വല്ലപ്പോഴുമുള്ള സംസാരം. കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം ഇതുപോലെയൊക്കെ തന്നെയാണ്. വിവാഹജീവിതത്തിന് ആദ്യം എന്തുമാത്രം സ്നേഹമാണ്, റൊമാൻറ്റിക്കാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നു, സംഘടന വരുന്നു, കലഹം വരുന്നു. വാർദ്ധക്യത്തോടെ എത്തുമ്പോൾ മിണ്ടാട്ടമില്ല, വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. നോക്കുക, യേശു കടന്നു വന്ന കാനായിലെ കല്യാണ വീട് അവസാനം വരെ നല്ല വീഞ്ഞ് കൈമാറുന്ന കുടുംബമായിട്ട് മാറിയില്ലേ? അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനായ അവസാനം വരെ ഞങ്ങളുടെ ജീവിതം കളർഫുള്ളായിരിക്കും, പ്രേമത്തിൻ്റെ നിറവായിരിക്കും, ബന്ധങ്ങളുടെ ശുദ്ധതയായിരിക്കും. ആ കുടുംബം തിരുക്കുടുംബം പോലെ പരിശുദ്ധമായിരിക്കും. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും ശുദ്ധമായ ബന്ധം കുടുംബത്തിൽ നിന്ന് വരണമെന്ന്. കുടുംബം നവീകരിക്കപ്പെട്ടാൽ സമൂഹം നവീകരിക്കപ്പെടും, രാജ്യം നവീകരിക്കപ്പെടും. അതിനാൽ ചുറ്റുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. കുറവുകൾ നമ്മുടെ വീട്ടിലാണ്. റാബിയ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരികെ പോകാം, നഷ്ടപ്പെട്ട ബന്ധങ്ങളെ പുനർനവീകരിക്കാം. അതിനായി ആദ്യമേ തന്നെ ക്രിസ്തുവെന്ന പ്രകാശം നമ്മുടെ വീട്ടിലുണ്ടാകട്ടെ. ബുദ്ധൻ പറഞ്ഞു, ഓരോ വീടും പ്രകാശമുള്ള വീടായിട്ട് മാറണമെന്ന്. രാത്രിയിലും ഉണർവുള്ള വീടാ പ്രകാശമുള്ള വീട്. കവർച്ചക്കാർക്കറിയാം അവിടെ ആരും ഉണർന്നിരിപ്പുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും മോഷ്ടിക്കാൻ പറ്റില്ല. നമ്മുടെ വീടും യേശുവെന്ന പ്രകാശത്താൽ ഉണർവുള്ള വീടായിട്ട് മാറട്ടെ. അപ്പോൾ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ നമ്മുടെ നന്മകളെ കവർന്നെടുക്കില്ല. അതിനാൽ പ്രകാശിക്കുന്ന വീടാക്കി നമുക്ക് മാറ്റാം. നമ്മുടെ ഭവനം ക്രിസ്തുവിൻ്റെ ഭവനമാക്കാം. ദൈവത്തിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തെ നവീകരിക്കട്ടെ. കുടുംബം തിരുക്കുടുംബം പോലെ പവിത്രമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.